ഗാന്ധി ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു. KPCC സംഘടിപ്പിച്ച വിജയോത്സവ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയത്. RSSനെതിരെ, BJPക്കെതിരെ, കേരള സർക്കാരിനെതിരെ രാഹുൽ സംസാരിച്ചു. ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ BJPക്ക് താല്പര്യമില്ല എന്നും രാഹുൽ ആരോപണം ഉന്നയിച്ചു. ഇന്നലെ ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം. അച്ഛാ നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. നേതാക്കളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതാ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവർക്ക് രാഹുലിനോട് സംസാരിക്കാൻ അവസരം. നമ്മുടെ നേതാവ് നിങ്ങളുമായി ഒരു 5 മിനിറ്റ് ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും 1, 2, 3 പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഏത് ടൈപ്പ് ഒന്നും അറിയില്ല. KC വേണുഗോപാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓഡിയൻസിൽ നിന്ന് രാഹുൽ സാർ എന്ന ശബ്ദമുയർന്നു. ചോദ്യവും വന്നു. ഒരു സംശയം എന്നെ കുറെ ദിവസമായി ഡിസ്റ്റർബ് ചെയ്യണത്. സാറേ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമല്ലോ. I can try. केरला इतना डेवलपमेंट है, बंगाल इतना घिसा हुआ क्यों है? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ആ കേട്ടതുപോലെ ചോദ്യം ഹിന്ദിയിലായിരുന്നു. എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലെ ബംഗാളിൽ വികസനം വരാത്തത്? ഇതായിരുന്നു ആ ചോദ്യം. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു രാഹുൽ ഗാന്ധി. കേരളത്തിൽ 18 കോൺഗ്രസ് MPമാരുണ്ട് പാർലമെന്റിൽ. എന്തായിരിക്കും രാഹുലിന്റെ മറുപടി? കേൾക്കാം. അമ്മാതിരി കമന്റ് കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. രാഹുലിന് വേണ്ടി മറുപടി പറഞ്ഞത് ഷാഫി പറമ്പിലാണ്. അതായത് തൊഴിലുറപ്പിനെ പറ്റി മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന്. അതെന്താണ്? വികസനം സംസാരിക്കാൻ പറ്റില്ലേ? കേരളം പിടിക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമല്ലേ ഈ മഹാപഞ്ചായത്ത്? അതൊക്കെ പോട്ടെ, ആ വേദിയിൽ MPമാർ, MLAമാർ, DCC അധ്യക്ഷന്മാർ, KPCC അധ്യക്ഷൻ, അങ്ങനെ നേതാക്കന്മാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. ആർക്കും രാഷ്ട്രീയ നേട്ടത്തിന് പോലും ബംഗാൾ ഇത്രയും കാലം ഭരിച്ചത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും തോന്നിയില്ലേ? ഒരു പയ്യന്റെ മുന്നിൽ ക്ലീൻ ബൗൾഡായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടുപോകുന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥ. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നടത്തിയ പരിപാടിയാണ്. ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ പരിപാടി തീർന്നു. ഒരു ചോദ്യം മതി ജീവിതം മാറാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കേരളത്തിലെ വികസനം ബംഗാളികൾ പോലും അംഗീകരിക്കുന്നുവെന്ന് പാണന്മാർക്ക് പാടി നടക്കാൻ സുവർണ അവസരം.